നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിൻഡർ ജോയുടെ കേക്കാണ്. നമ്മൾ ഇതിന് മുൻപ് ഒരു കിൻഡർ ജോയ് തീമിൽ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തീം കേക്കൊന്നും അല്ല, കിൻഡർ ജോയുടെ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതവിടെ സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വാനില സ്പോഞ്ചും വേണം, അതുപോലെ ചോക്ലേറ്റ് സ്പോഞ്ചും വേണം. അപ്പോൾ രണ്ട് ഇതവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുൻപ് ഒരുപാട് സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ കാണിച്ചത് കൊണ്ടാണ് വീണ്ടും ഈ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. അപ്പം സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. 2 എഗ്ഗ് വെച്ചിട്ടാണ് വാനില സ്പോഞ്ച് റെഡിയാക്കിയിട്ടുള്ളത്. അതുപോലെ 1 എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ ചോക്ലേറ്റ് സ്പോഞ്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് സ്പോഞ്ച് ആ ഒരു മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി എടുത്താൽ മതി. അതുപോലെ വാനില കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യേണ്ട ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ 1.25 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ക്രീമിൻ്റെ മധുരം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ ക്രീം ഇതവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്രീം മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഒരു കേക്ക് 2 തരം ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്, അതുപോലെ വാനില ഫ്രോസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പം ചോക്ലേറ്റ് ക്രീം ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്രീം ഇവിടെ മറ്റൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഈ ഒരു ക്രീമിലേക്ക് വേണ്ടിയിട്ടും അതുപോലെ ഫില്ലിങ്സിന് വേണ്ടിയിട്ടും പിന്നെ കേക്കിൻ്റെ ടോപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗണാഷ് ഒരുമിച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഗണാഷ് ആക്കാൻ വേണ്ടി എടുത്തത് 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമുമാണ്. പിന്നെ ഒരു ചെറിയൊരു പീസ് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ മേലെ ഈ ഒരു ഗണാഷ് ഒഴിക്കുമ്പോൾ ഒരു ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലാതെ സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും മാത്രം മെൽറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കുറച്ച് ക്രീം ഈ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ക്രീമിന് വേണ്ടിയിട്ടാണ്. അപ്പം ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്നു കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു കേക്ക് ഫൈനൽ ഫ്രോസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രീം നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ 2 ക്രീം ഇതവിടെ റെഡി ആയിട്ടുണ്ട്. വാനില ക്രീമും അതുപോലെ ചോക്ലേറ്റ് ക്രീമും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു കേക്ക് ബേസിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയറായിട്ട് വാനില സ്പോഞ്ച് വെക്കാം. ഇനി ഇതൊന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ സിറപ്പ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് വെള്ളത്തിൽ ഒരു 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ഇത് വെറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിന് മേലെയായിട്ട് വാനില ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫില്ലിങ്സ് ആയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പം ഞാനവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മേലെയായിട്ട് കിൻഡറിൻ്റെ ഈ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചെറിയ ചെറിയ പീസായിട്ട് ഫില്ലിങ്സ് ആയിട്ട് ഇട്ടെടുക്കാം. ഇനി സെക്കൻഡ് ലെയറായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് വെക്കാം. ഇനി ഇതൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിന് മേലെയായിട്ട് ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ഫില്ലിങ്സ് ആയിട്ട് ചോക്ലേറ്റ് ഗണാഷാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ക്രീമിലും അതുപോലെ ഫില്ലിങ്സിനും കേക്കിൻ്റെ ടോപ്പിലേക്കും വേണ്ടിയിട്ട് ഒരുമിച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുത്തത്. ഇനി കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മേലെയായിട്ട് നമ്മളിപ്പം ഫില്ല് ചെയ്ത് കൊടുത്ത ആ ഒരു ചോക്ലേറ്റ് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫൈനൽ ലെയറായിട്ട് വാനില സ്പോഞ്ച് വെക്കാം. ഇനി ഇതും ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ഇത് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാനില ക്രീം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിവിടെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഇതിലെ ക്രം കോട്ടിംഗ് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. ഫൈനൽ കോട്ട് ചെയ്യുന്നത് ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു കേക്കിൽ കൂടുതലും ചോക്ലേറ്റ് ക്രീം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കുറച്ച് ക്രീമിൽ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഈ ഒരു കേക്കിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ചോക്ലേറ്റ് ക്രീം തന്നെയാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ക്രീം തന്നെ എടുത്തിട്ട് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നേരത്തെ പറഞ്ഞപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പോയതാണ് കേട്ടോ അത്. അങ്ങനെ കേക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഈ ഒരു ക്രീമൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് കൂടി ഫ്രിഡ്ജിലേക്ക് വെക്കാം.
അങ്ങനെ ഇതിലെ ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ബാക്കിയുള്ള ആ ഒരു ചോക്ലേറ്റ് ഗണാഷ് ഈ ഒരു കേക്കിന് ടോപ്പിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. കാരണം ഈ ഒരു തിക്നെസ് എന്തായാലും വേണം. ഇത് കുറച്ചൊന്ന് ലൂസായി പോയാൽ കേക്കിൽ ഒഴിക്കുമ്പോൾ അതങ്ങ് ഒലിച്ചു ഇറങ്ങുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു തിക്നെസ് തന്നെ വേണം കേട്ടോ. ഇനി നമുക്കിത് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കേക്കിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട, അതായത് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കാണാൻ കുറച്ചുകൂടെ നന്നായിട്ട് ഉണ്ടാവുക. പിന്നെ കേക്കിൻ്റെ ടോപ്പിൽ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ ഈ ഒരു ചോക്ലേറ്റും സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമ്മുടെ കേക്കിലെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കാം. കേക്കിൻ്റെ ടോപ്പിൽ കുറച്ച് ചോക്ലേറ്റ്സ് വെക്കുന്നുണ്ട്. ഞാനിത് ഇത്രയും ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓറിയോ ബിസ്ക്കറ്റ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നോക്കിയിട്ട് നമുക്കിഷ്ടമുള്ളത് പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ടോപ്പിലും അതുപോലെ സൈഡിലും ഇതുപോലെ ഒരു ചോക്ലേറ്റ് കൂടി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് തണുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൂടി ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കേക്കാണ്. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി വീണ്ടും കാണാം. അതുവരെ ബൈ.